വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ വണ്ടറിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഞങ്ങൾ നമസ്തേ കിച്ചണിൽ കയറി. ദോശയും നിയാമോൾ ഇഡ്ഡലിയാണ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. സാധാരണ ഞങ്ങൾ എല്ലാ വെക്കേഷനും ഞങ്ങൾ പെട്ടെന്ന് പ്ലാനിട്ട് ഓരോ യാത്രകളൊക്കെ പോകുന്നതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കുഞ്ഞുങ്ങളൊരിക്കലും ഹാപ്പി ആകത്തില്ല. അവർക്ക് പോകണമെങ്കിൽ ഇതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലും ഒക്കെ ബീച്ചിലും ഒക്കെ വെള്ളത്തിൽ കളിച്ചും കുളിച്ചും ഒക്കെ നടന്നാലേ അവർക്ക് ഹാപ്പി ആകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിൽക്കുന്ന ഒരുവിധം എല്ലാ ആൾക്കാരും ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ ക്യൂ വലുതായിട്ട് കാണത്തില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങളത് സെലക്ട് ചെയ്തില്ല. അങ്ങനെ ഞങ്ങളത് നിയാക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കൂടുതലും നിയാമോൾക്ക് കയറാൻ പറ്റുന്ന റൈഡുകളിൽ മാത്രമേ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഞങ്ങൾക്ക് റൈഡിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളുടെ ഹൈറ്റ് അനുസരിച്ച് അവൾക്ക് കയറാൻ പറ്റുന്ന എല്ലാ റൈഡുകളിലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ 3D മൂവിയൊക്കെ കാണാൻ പോയി. പണ്ടത്തെ പോലെ മായാവിയുടെ ഗുഹയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതൊക്കെ ഇവിടെ മാറി. കാരണം ജനറേഷൻ മാറിയല്ലോ. നമ്മളെപ്പോലെ മായാവിയുടെ കഥകൾ കേട്ട് വളരുന്ന പ്രായമല്ലല്ലോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ആനിമേഷൻ മൂവീസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഉച്ചക്കത്തെ ഭക്ഷണമാണെങ്കിലും വളരെ നല്ല ഭക്ഷണമായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ ചോറും എല്ലാ കൂട്ടം കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി എങ്ങനെയാണോ കഴിക്കുന്നത് അതേ സ്വാദോടുകൂടി തന്നെയായിരുന്നു ഇവിടുത്തെ ഫുഡും കാര്യങ്ങളുമൊക്കെ. ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരു റൗണ്ടും കൂടി ഒരു സിനിമ കൂടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ പോയായിരുന്നു. ആ സമയത്താണ് അവിടെ ശരിക്കും നമ്മൾ കാണേണ്ട ഒരു സിനിമ ഇവിടെയായിരുന്നു. നമ്മൾ ശരിക്കും ഈ റോളർ കോസ്റ്ററിലൊക്കെ പോകുന്ന ഒരു എക്സാക്ട് ഫീൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ നിയയുടെ ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. എത്ര ഹൈറ്റിലാണെന്ന് നോക്കണേ വണ്ടർല കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ റൈഡിലൊന്നും കയറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിതിലൊക്കെ കയറിയാൽ നല്ല തലകറക്കമാണ്. പിന്നെ എൻ്റെ അന്നത്തെ ദിവസത്തെ മൂഡ് തന്നെ പോകും. അതുകൊണ്ട് അതിലൊന്നും കയറിയില്ല. അങ്ങനെ കുഞ്ഞുമായിട്ട് കയറാൻ പറ്റിയ എല്ലാ റൈഡിലും പൂളിലും വാട്ടർ റൈഡുകളിലൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഒരുപാട് നേരം ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുത്തുകൊണ്ടൊന്നും ഇരുന്നില്ല. കാരണം നമ്മളൊരു എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ കൂടുതലും അതിലോട്ടാണല്ലോ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് നമ്മളുടെ ലോക്കറിൽ കൊണ്ടുപോയി ഫോണൊക്കെ വീണ്ടും സേഫായിട്ട് വെച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും വന്നു. അങ്ങനെ നമ്മൾ മെയിൻ പൂളിലേക്ക് ഇറങ്ങി. അവിടെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. ഫാമിലി ഡിസ്കോ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങളത് പോകാനുള്ള തയ്യാറെടുപ്പിലായി. ഇപ്പോൾ ഇവിടെ ഒരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ 3 ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പാവേനെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പൈസയൊക്കെ അവിടെ പോയി കേട്ടോ. ആരും അത് പരീക്ഷിക്കരുത്, പ്രാക്ടീസ് ഉള്ളവർക്കേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. ഞങ്ങളത് വണ്ടർലാൻഡിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് അടിപൊളി ദിവസം തന്ന വണ്ടർലാക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കുറേ എറണാകുളത്തെ ക്രൗൺ പ്ലാസയും നമ്മുടെ ഹോണ്ടഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ കണ്ടു. മനോരമയുടെ ഓഫീസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സുഖമായിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുന്നൊരു യാത്രയായിരുന്നു. വെക്കേഷൻ തീരുന്നതിന് മുമ്പ് നിയാക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുബാക്കയിൽ കയറി വരുന്ന വഴിക്ക് അങ്ങനെ അവൾക്കൊരു ബട്ടർ കുക്കി വേണമെന്ന് പറഞ്ഞിട്ട് കുക്കിയൊക്കെ മേടിച്ച് കഴിക്കാൻ കൊടുത്തു. ഞങ്ങൾ 2 ബർഗർ മേടിച്ചു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളൊരു ബർഗറായിരുന്നു. അങ്ങനെ ആലപ്പുഴ എത്തി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാൻ പറ്റുന്നു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ബൈ.